നമസ്കാരം. ഞാൻ 4ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടീച്ചർമാർക്ക് ടീച്ചിങ് മാനുവൽ എഴുതുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ആശയങ്ങൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് പഠിപ്പിക്കുന്നതിൽ. നമ്മളവിടെ ചെന്ന് വെറുതെ ഒരു ലെക്ചർ മെത്തേഡല്ല, അതിന് പിന്നിൽ ഒരുപാട് എഴുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ പാഠഭാഗവും ഓരോ മൂല്യവും മനോഭാവങ്ങളും ഓരോ ആശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പരിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ്. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മാറി. കഴിഞ്ഞ വർഷം 1, 3, 5, 7, 9 മാറി. ഈ വർഷം 2, 4, 6, 8, 10 മാറി. അപ്പോൾ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറി. അപ്പോൾ നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് പാഠപുസ്തകങ്ങൾ, അതായത് വെയ്റ്റ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1ാം ഭാഗം നമുക്ക് എനിക്ക് പഠിക്കുന്ന കാലത്തും അതെ, ബുക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ വേഗം പാഠഭാഗങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കണം, ആ മണം ഇങ്ങനെ ആസ്വദിക്കണം, കഥകൾ വായിക്കണം, കവിതകൾ വായിക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ 2ാം ക്ലാസ്സിലെ 2ാം പാഠഭാഗം പാഠപുസ്തകങ്ങളുടെ 2ാം വോള്യം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിൽ മലയാളത്തിൽ ഞാനിങ്ങനെ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടില്ല. ഒരുപാട് പഠന പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിപ്പിക്കാൻ. ഭയങ്കര ഒരു മഹാസാഗരമാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ അതിൽ 4ാം ക്ലാസ്സിൽ ഇനി വരുന്ന പാഠഭാഗങ്ങളിൽ ഒരു ആശയമാണ്: ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഈ ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കണം. ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ആശയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കവിത കൊടുത്തിട്ടുണ്ട്, ഒരു കഥാഭാഗം കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഷിഫാന ഷെറി എന്ന് പറയുന്നൊരു കുട്ടിയാണോ അതോ എനിക്ക് തോന്നുന്നു അതൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിളിലൊക്കെ തിരഞ്ഞു, എനിക്ക് കിട്ടിയില്ല. സോറി, കോൾ വന്നതാണ്. എനിക്കത് കിട്ടിയില്ല, ആ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഇവിടെ പറയാം ആരാണ് എന്തെന്നുള്ളത്. അപ്പോൾ നിറമുള്ള അക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു കവിതാശകലം എന്ന്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാനതൊന്ന് വായിക്കാം. ആ പാഠഭാഗത്തിൻ്റെ പേര് കള്ളം എന്നാണ്. കൊടുക്കേണ്ട ആശയം: ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഇതാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വച്ച മധുരം കൂടെപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോൾ എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്: എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. നിറമുള്ള അക്ഷരങ്ങൾ, ഷിഫാന ഷെറി. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെ എങ്ങനെയെല്ലാം ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വിവരിച്ചു കൊടുക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, എന്താ പറയുക, അവരെ എങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു പാഠഭാഗം, ഇത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് ആ കുഞ്ഞു മനസ്സിലേക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞു തലയിലേക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എത്തിച്ചു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തൊണ്ടയിലൊരു വിങ്ങൽ, നെഞ്ചിലൊരു ഭാരം. ഇത് ഷെയർ ചെയ്ത് ഞാൻ കൊടുത്തു പലർക്കും. അപ്പോൾ എല്ലാവർക്കും എന്താലേ എന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നമ്മൾ കള്ളം പറയണം അല്ലേ? അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള കള്ളങ്ങളാവരുത് അല്ലേ? നമ്മൾ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയും. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് കള്ളം പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആരും സത്യസന്ധരല്ല. ആരും എപ്പോഴും സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.
പക്ഷേ ആവർത്തിച്ച് പറയുന്ന കള്ളങ്ങൾ, ആവർത്തിച്ച് ചെയ്യുന്ന കള്ളത്തരങ്ങൾ, അതൊന്നും അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലേ? അങ്ങനെ കള്ളം പറഞ്ഞും കള്ളത്തരങ്ങൾ കാട്ടിയും എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും ഒരാൾക്ക്? എന്നെങ്കിലും ഒരിക്കൽ ആ പൊയ്മുഖം അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ആ മുഖം മൂടി വലിച്ചു പറിച്ച് കളയേണ്ടി വരും, ഉറപ്പാണ്. ഒന്നുകിൽ കാലം അത് അഴിച്ചു വീഴ്ത്തും, അല്ലെങ്കിൽ സ്വയം അത് വലിച്ചെറിഞ്ഞ് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് ബോധിപ്പിക്കേണ്ടി വരും. കള്ളം പറയാം, അല്ലേ? കള്ളം പറയണം, പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ വേദനിപ്പിച്ചുകൊണ്ടോ ആവരുത്.